ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തത്കാലത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ ഇടക്കാല ഉത്തരവ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി. പോലീസ് ആവശ്യപ്പെട്ടാൽ ഹാജരാകുമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ എസ് രാജീവ് ന്യൂസ് മലയാളത്തോട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിൽ അറസ്റ്റ് വിലക്കാതെ തിരുവനന്തപുരം അതിവേഗ കോടതി. കേസ് തിങ്കളാഴ്ചത്തേക്ക് പരിഗണിക്കാൻ മാറ്റി. പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കോടതി. പരാതി കൊടുക്കുന്നതിൽ കാലതാമസമെന്ന വാദം അംഗീകരിക്കാൻ പറ്റില്ലെന്നും കോടതി. പരാതി അവ്യക്തവും അപൂർണവുമെന്ന് പ്രതിഭാഗം. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് വീണ്ടും തിരിച്ചടി. ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി. സമൂഹമാധ്യമ പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് അറിയിച്ചിട്ടും വഴങ്ങാതെ കോടതി. അതിജീവിതയെ അധിക്ഷേപിച്ചിട്ടില്ലെന്നും വാദം. കസ്റ്റഡി അപേക്ഷ നൽകി പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് നീണ്ടതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാത്തത് പൊതുരീതി. രക്ഷാകവചം ഒരുക്കിയത് ഉന്നത കോൺഗ്രസ് നേതാക്കൾ. ഭാവിയിലെ നിക്ഷേപമാണെന്ന് കണക്കാക്കിയ ഒരാളല്ലേ, അപ്പോൾ അദ്ദേഹത്തെ ആ നിലയിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളിൽ സ്വീകരിച്ചു പോകുന്നത്. അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഇന്ന് രാവിലെ പ്രസ്താവന നടത്തിയ ആൾ മാത്രമാണോ? അതിൻ്റെ മൂത്തതുണ്ടോ? ആ മൂത്തതിൻ്റെ ഈ മൂത്തതുണ്ടോ? ഇതൊക്കെ പരിശോധിച്ചാൽ മാത്രമല്ലേ മനസ്സിലാവൂ. സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ അറസ്റ്റ് നീട്ടുകയാണെന്ന് കോൺഗ്രസ്. തിരയാൻ പോയ ഉദ്യോഗസ്ഥർക്ക് എന്തായിരുന്നു പണിയെന്നും അടൂർ പ്രകാശ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിൽ യുവനടി റിനി ആൻ ജോർജിന് വധഭീഷണി. രാഹുലിനെതിരെ പരാതി നൽകിയാൽ കൊന്നുകളയുമെന്ന് കൊലവിളി. വീട്ടിലെത്തി ഭീഷണി മുഴക്കിയത് അജ്ഞാത സംഘം. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നടി. അതിജീവിതകളായ പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയൊന്നും അങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം വേണ്ട. അങ്ങനെയൊന്നും ഭയക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഉള്ളതാണ്. ഇൻഡിഗോ പ്രതിസന്ധി മുതലെടുത്തുള്ള വിമാന കമ്പനികളുടെ നിരക്ക് കൊള്ളയ്ക്ക് കടിഞ്ഞാണിട്ട് കേന്ദ്ര സർക്കാർ. ആഭ്യന്തര സർവീസുകളുടെ ടിക്കറ്റ് നിരക്കിന് പരിധി. ഈടാക്കാനാകുക 7,500 മുതൽ 18,000 രൂപ വരെ മാത്രം. ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സിനെ പുറത്താക്കുമെന്ന സൂചന. കൂട്ടത്തോടെ സർവീസ് റദ്ദാക്കൽ തുടരുന്നു. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത തകർന്ന് വീണതിന്റെ നടുക്കുന്ന ദൃശ്യം ന്യൂസ് മലയാളത്തിന്. നിർമ്മാണ കമ്പനിയെ 1 മാസത്തേക്ക് വിലക്കി കേന്ദ്ര സർക്കാർ. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ വീഴ്ചയും പരിശോധിക്കും. അപകട കാരണം രൂപകൽപ്പനയിലെ പിഴവെന്ന് പ്രാഥമിക നിഗമനം. കാട്ടാന ആക്രമണത്തിൽ 1 ജീവൻ കൂടി പൊലിഞ്ഞു. പാലക്കാട് അട്ടപ്പാടിയിൽ മരിച്ചത് കടുവ സെൻസസിന് പോയ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ. കാളിമുത്തുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് RRT നടത്തിയ തെരച്ചിലിൽ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടന്നാക്രമണം തുടർന്ന് മുഖ്യമന്ത്രി. CPIM ഒരു കാലത്തും ജമാഅത്തിന് കൈകൊടുത്തിട്ടില്ലെന്ന് പിണറായി വിജയൻ. കൂട്ടുകൂടിയതിന് തെളിവുണ്ടോ എന്നും മാധ്യമപ്രവർത്തകരോട് മറുചോദ്യം. നിങ്ങളെടുത്തുണ്ടോ വല്ല തെളിവും? അല്ല, ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്, അതല്ലേ ഞാൻ ചോദിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ഈ ജമാഅത്തെ ഇസ്ലാമി RSSകാരെ കാണാൻ പോകുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമി അല്ലേ RSSനെ അടുത്ത കാലത്ത് പോയിട്ട് കണ്ടത്? പാർട്ടി സെക്രട്ടറി ആയിരിക്കെ ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിയ ആളാണ് പിണറായി എന്ന് VD സതീശൻ. UDFും BJPയും ഒന്നാണെന്ന് ബിനോയ് വിശ്വം. സുൽത്താൻ ബത്തേരി ബാങ്ക് നിയമന കോഴ കേസിൽ IC ബാലകൃഷ്ണനെതിരായ FIR പുറത്ത്. NM വിജയന്റെ വീട്ടിലെത്തി കോഴപ്പണം കൈപ്പറ്റിയെന്ന FIR. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് IC ബാലകൃഷ്ണൻ സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്നും FIR. കേരളത്തെ ഒന്നടങ്കം നടുക്കിയ നടിയെ ആക്രമിച്ച കേസിൽ സുപ്രധാന വിധി കാത്ത് കേരളം. താരങ്ങൾ ഉൾപ്പെടെ 28 പേർ മൊഴി മാറ്റിയ കേസിൽ കൂറുമാറാതെ നിന്ന് നടനും MLAയുമായ മുകേഷ്. പൾസർ സുനിയെ പ്രശ്നക്കാരനെന്ന് കണ്ടാണ് ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് മൊഴി. ദിലീപ് അടക്കം 10 പേർ പ്രതികളായ കേസിൽ വിധി പ്രസ്താവിക്കുക മറ്റന്നാൾ.
തിരുവനന്തപുരം വർക്കലയിൽ പ്രിന്റിംഗ് മെഷീനിൽ കുടുങ്ങി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ചെറുകുന്നം സ്വദേശി മീന. അപകടം മെഷീനിൽ സാരി കുടുങ്ങി. കൊച്ചിയിൽ കേടുപാടുള്ള കാർ മനഃപൂർവ്വം ബസ്സിൽ ഇടിപ്പിച്ച് ഇൻഷുറൻസ് തട്ടാൻ ശ്രമിച്ചതിന് കേസ്. നടപടി കൊല്ലം പാരിപ്പള്ളി സ്വദേശി പ്രേംനാഥിനെതിരെ. പ്രേംനാഥ് പോലീസിൽ നിന്ന് GD എൻട്രി വാങ്ങിയത് മകന്റെ ഡ്രൈവിംഗ് കാട്ടി. തദ്ദേശ പോരിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ പ്രചാരണം കടുപ്പിച്ച മുന്നണികൾ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ചൊവ്വാഴ്ച വോട്ടെടുപ്പ്. ശബരിമല വിഷയം ഉയർത്തിയുള്ള BJP ലഘുലേഖ വിലക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലഘുലേഖ ചട്ടവിരുദ്ധമെന്ന് കണ്ടെത്തൽ. അരിഷ്ടം കുടിച്ചതിന്റെ പണം ചോദിച്ചതിന് തലക്കടിച്ച് കൊല്ലപ്പെട്ടത് കൊല്ലം കടയ്ക്കലിലെ അരിഷ്ടക്കട ജീവനക്കാരൻ സത്യബാബു. തുടയന്നൂർ സ്വദേശി ബിനു അറസ്റ്റിൽ. തമിഴ്നാട് രാമനാഥപുരത്തുണ്ടായ വാഹനാപകടത്തിൽ 4 ശബരിമല തീർത്ഥാടകർ അടക്കം 5 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് ആന്ധ്രാപ്രദേശ് സ്വദേശികൾ. അപകടം ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങവേ. തമിഴകത്ത് വിജയുടെ TVക്ക് കോൺഗ്രസുമായി അടുക്കുന്നെന്ന അഭ്യൂഹം ശക്തം. ചർച്ചകൾക്ക് വഴിവെച്ചത് രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുള്ള പ്രവീൺ ചക്രവർത്തി വിജയെ വീട്ടിലെത്തി കണ്ടതോടെ. പ്രതികരിക്കാതെ DMK വൃത്തങ്ങൾ. ബംഗ്ലാദേശി പൗരന്മാരെന്ന് ആരോപിച്ച് നാടുകടത്തിയ ഗർഭിണിയെയും 8 വയസ്സുകാരൻ മകനെയും ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചു. പശ്ചിമ ബംഗാളിലെ മാൾഡ വഴി തിരികെ എത്തിച്ചത് സുപ്രീം കോടതി നിർദ്ദേശത്തിന് പിന്നാലെ. ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ അഭയാർത്ഥികളെയും തിരഞ്ഞ് ഉത്തർപ്രദേശിൽ പോലീസിന്റെ വീടുകയറി പരിശോധന. രാജ്യചരിത്രത്തിൽ കരിനിഴൽ വീഴ്ത്തിയ ബാബരി മസ്ജിദ് ധ്വംസനത്തിന് 33 വർഷം. പശ്ചിമ ബംഗാളിൽ ബാബരി മസ്ജിദ് മാതൃകയിൽ നിർമ്മിക്കുന്ന പള്ളിയുടെ തറക്കല്ലിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട തൃണമൂൽ MLA ഹുമയൂൺ കബീർ. ഭരണഘടനാ വിരുദ്ധമായി താൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് ഹുമയൂൺ. അസമീസ് ഗായകൻ സുബീൻ ഗാർഗിന്റെ കൊലപാതകത്തിൽ അന്വേഷണം പൂർത്തിയാക്കി അസം CID. ആവശ്യമായ എല്ലാ രേഖകളും സിംഗപ്പൂരിൽ നിന്ന് ലഭിച്ചതായി SIT. കുറ്റപത്രത്തിൽ പ്രതികൾക്കെതിരെ വിശദമായി തെളിവുകളുണ്ടെന്നും അവകാശവാദം. ഗാർഗിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിംഗപ്പൂരിൽ കടലിൽ നീന്തുന്നതിനിടെ. റൊമാനിയയിലെ വാഹനാപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യം പുറത്ത്. നിയന്ത്രണം നഷ്ടപ്പെട്ട മെഴ്സിഡസ് കാർ 2 കാറുകൾക്ക് മുകളിലൂടെ പറന്നു ചെന്ന് ഇടിച്ചു നിന്നു. 55-കാരനായ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടത് ശാരീരിക അവശത മൂലം. ഡ്രൈവർക്ക് നിസ്സാര പരിക്ക് മാത്രം. പാക് സൈനിക മേധാവിക്കെതിരായ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോപണം തള്ളി സൈന്യം. ഇമ്രാൻ നാർസിസ്റ്റും മാനസിക രോഗിയുമെന്ന സൈനിക വക്താവ്. ആസിം മുനീറിനെതിരായ ആരോപണത്തിന് പിന്നിൽ ഇമ്രാനെ ജയിലിൽ സന്ദർശിച്ചവരെന്നും കുറ്റപ്പെടുത്തൽ. ഡിജിറ്റൽ ചട്ടങ്ങൾ ലംഘിച്ചെന്ന് കാട്ടി സമൂഹമാധ്യമമായ Xന് 12 കോടി രൂപ പിഴയിട്ട് യൂറോപ്യൻ യൂണിയൻ. നീല ശരി അടയാളത്തിന്റെ രൂപകൽപ്പന ഉൾപ്പെടെ സുതാര്യ ചട്ടങ്ങൾക്ക് അനുകൂലമല്ലെന്ന് EU. ഇലോൺ മസ്കിന്റെ കമ്പനിക്ക് ചുമത്തിയത് പുതിയ ഡിജിറ്റൽ സേവന നിയമപ്രകാരമുള്ള ആദ്യത്തെ പിഴ ശിക്ഷ. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ചുള്ള ഫയലുകൾ പുറത്തുവിടാൻ അനുമതി. രേഖകൾ പുറത്തുവിടാൻ അമേരിക്കൻ നീതിന്യായ വകുപ്പിന് കോടതിയുടെ നിർദ്ദേശം. ഫയലുകൾ പുറത്തുവിടാനുള്ള ബില്ലിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് കഴിഞ്ഞ മാസം. വാസ്തുവിദ്യയിൽ കമ്പ്യൂട്ടർ ഡിസൈൻ സാധ്യത ആദ്യമായി ഉപയോഗിച്ച ആർക്കിടെക്ട് ഫ്രാങ്ക്
ഗഹ്രി അന്തരിച്ചു. വിയോഗം അമേരിക്ക സാന്റാ മോണിക്കയിലെ വസതിയിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിടവാങ്ങിയത് അവിശ്വസനീയ പാറ്റേണുകളിലൂടെ ആർക്കിടെക്ചർ ലോകത്തെ അടിമുടി മാറ്റിയ വ്യക്തി. Awards the 2025 FIFA Peace Prize. Football unites the world. Thank you. Donald J. Trump, President of the United States of America, in recognition of നൊബേൽ സമാധാന പുരസ്കാരം ലഭിക്കാത്തതിലെ അതൃപ്തി തുടരുന്നതിനിടെ ഫിഫ സമാധാന പുരസ്കാരം സ്വീകരിച്ച് ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിനും ഐക്യത്തിനും നിസ്തുലമായ സേവനം നൽകിയ വ്യക്തിയെന്ന് ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ. അംഗീകാരത്തിൽ അഭിമാനമെന്ന് ട്രംപ് ചോദിച്ചു വാങ്ങിയ പുരസ്കാരമെന്ന് വിമർശനം. വിശാഖപട്ടണം ഏകദിനത്തിൽ ഇന്ത്യക്ക് 271 റൺസ് വിജയലക്ഷ്യം. ദക്ഷിണാഫ്രിക്കയെ 270 എറിഞ്ഞിട്ട് ഇന്ത്യ. ക്വിന്റൺ ഡീകോക്കിന് സെഞ്ചുറി, കുൽദീപിനും പ്രസിദ്ധിനും 4 വിക്കറ്റ്. MLS കപ്പിൽ കന്നിക്കിരീടം ലക്ഷ്യമിട്ട് സൂപ്പർതാരം ലിയോണൽ മെസ്സി. കലാശപ്പോരിൽ മെസ്സിയുടെ മയാമി മുള്ളറിന്റെ വാൻകൂവറിനെ നേരിടും. ആവേശ പോരാട്ടം രാത്രി 1-ന്. യൂറോപ്യൻ ഫുട്ബോളിൽ ഇന്ന് കരുത്തരുടെ പോരാട്ടം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സിറ്റി, ചെൽസി, ലിവർപൂൾ ടീമുകൾ ബൂട്ടണിയും. ലാലിഗയിൽ വിജയ തുടർച്ചയ്ക്ക് ബാഴ്സയിറങ്ങും. ആഷസ് പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് പതറുന്നു. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് പിന്തുടരുന്ന ഇംഗ്ലണ്ടിന് 6 വിക്കറ്റ് നഷ്ടം. സ്റ്റാക്കിനും നസറിനും ബോളണ്ടിനും 2 വിക്കറ്റ്.